അവര് രേണുസുതി ഒരു സാധു ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം രേണുസുതി ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു വലിയ മാലപ്പടക്കം പോലെ കുറെ ക്ലിപ്പുകളുണ്ട്. എന്തിന്റെ ആവശ്യകതയാണ് അച്ഛോ? അച്ഛന് വലിയ ബൈബിളും വായിച്ച് അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഈശോയും വിചാരിച്ച് അവിടെ ഇരുന്നാ പോരെ? എന്തെങ്കിലും സുവിശേഷവും പറഞ്ഞ് അങ്ങ് ഇരുന്നാ പോരെ? ഇതിന്റെയൊക്കെ വലിയ ആവശ്യമുണ്ട്. അച്ഛനോട് ആരെങ്കിലും വന്ന് ചോദിച്ചോ? അച്ഛനായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ആ രേണുവിനെ സത്യം പറയുകയാണെങ്കിൽ രേണുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പരിപ്പം രേണുവിനെ നാറിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തീർന്നിട്ടില്ല. എനിക്ക് ആ മോൻ അത് കാണിച്ചതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും പറയേണ്ടിയില്ലായിരുന്നു. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നും രേണുസുതി റിലേറ്റഡ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇന്ന് എനിക്ക് തീർച്ചയായിട്ടും അച്ഛനെ കുറിച്ച് രണ്ട് വാക്കുകൾ, രണ്ട് വരി കുറയാതെ രണ്ട് കവിത ചൊല്ലേണ്ടതുണ്ട്. അപ്പം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നമ്മൾ അച്ഛന്റെ ഇതെടുത്ത് റിയാക്ട് ചെയ്തെങ്കിൽ നമ്മൾ തടവി തലോടി ആ ഒരു സൈഡിൽ കൂടെ അതിന്റെ ഒരു മെത്തേഡിൽ നമ്മൾ പോകുമായിരുന്നു. പോട്ടെ പുല്ലെന്ന് വിചാരിച്ചങ്ങ് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ തന്നെ കൊത്തി മുറത്തി കയറി കൊത്തുന്ന ഒരു പ്രകൃതമാണ് കണ്ടത്. അപ്പം അത് അത്ര ശരിയല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു, മെയിൻ സ്ട്രീം മണ്ണിന് അച്ഛൻ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ കടന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ അച്ഛൻ എന്താണ് രേണുസുതിയുടെ ഒരു പ്രൊട്ടക്ടർ ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു ബാരിയർ ആയിട്ട് രേണുസുതിക്ക് നിൽക്കുകയാണ്. അവിടെ വേറെ ഒരു കാവൽക്കാരന്റെ ഒരു ആവശ്യമില്ല, ഒരു സെക്യൂരിറ്റി ആവശ്യമില്ല. അതിനേക്കാളും കടിച്ചു കീറി തിന്നുന്ന പോലെ ഒരു റോഡ് പേരിനൊക്കെ തുല്യമായിട്ടുള്ള ഒരു ആളായിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കിത് പറയുന്നതുകൊണ്ട് നല്ല വിഷമമുണ്ട്. കാരണം അദ്ദേഹം ഇട്ടേക്കുന്ന തിരുവസ്ത്രത്തെ ഞാൻ മാനിക്കുന്നു, കയ്യിരിക്കുന്ന കുരിശിനെ ഞാൻ മാനിക്കുന്നു. പക്ഷെ ഒരു അച്ഛൻ ഇങ്ങനെ ഒരു പദവിയിൽ നിൽക്കുമ്പോൾ, ഒരു ബിഷപ്പ് പദവിയിൽ ഒരു മിഷണറി സ്ഥാനം വഹിക്കുമ്പോൾ അതിൻ്റെതായ ഒരു മാന്യതയും പക്വതയും കാണിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയായിരുന്നു. പക്ഷെ അതെല്ലാം മറന്നിട്ട് അച്ഛൻ സോഷ്യൽ മീഡിയ കടന്ന് കാണിക്കുന്ന കാണുമ്പോൾ, അതായത് കുറച്ച് ക്യാമറ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അച്ഛൻ അല്ലാണ്ടായി മറന്നുകൊണ്ട് സോഷ്യൽ മീഡിയ മാനിയ അങ്ങനെ ഒരു രോഗം ബാധിച്ച ഒരു അവസ്ഥയിലോട്ട് അച്ഛൻ വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കാടെ ഒരു 10 പറയാൻ തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ നമുക്കും പറയേണ്ടത് വരും, അച്ഛൻ കേൾക്കേണ്ടതായും അത്യാവശ്യമാണ്. അതിനുപരി എന്നെ ചൊടിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരാണ് ഇത്രയൊക്കെ ഇത് വഷളാക്കിയത്, എന്നെ സൈബർ ബുള്ളിങ് ഇട്ടുകൊടുത്തു എന്നൊക്കെ. അതൊക്കെ ഞാൻ പറയാം, എന്ന് വെച്ചാൽ അതെല്ലാം ആ വീഡിയോ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം 2-3 വാക്കുകൾ പറഞ്ഞു പോകണം. പിന്നെ ചിലപ്പോൾ മേ ബി 1-2 പാർട്ടായിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം സോ ഫ്രണ്ട്സ്, ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പം എന്നും പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ട്, അതെനിക്കൊന്ന് തരാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാനും കൂടെ അതിന്റെ സൈഡിൽ കൂടെ ഒന്ന് വന്നോട്ടെ. പിന്നെ നിങ്ങൾ വിലയേറിയ കമന്റുകൾ ഈ വീഡിയോ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യുള്ളൂ. കാരണം ഇതൊരു അസുഖബാധിതരായിട്ടുള്ള ഒരു ആളെ വലിച്ചു കീറാനോ അവരെ അടച്ചാക്ഷേപിക്കൊന്നും അല്ല. അങ്ങനെ ഒരു അസുഖമായിട്ട് നിൽക്കുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും മാനിക്കുന്നുണ്ട്. ഇതുപോലൊരു അസുഖം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ലോകത്ത് ബാധിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഇത്ര നാളും പോട്ടെ എന്ന് മാറ്റിവെച്ചത്. പക്ഷെ ഇത് അതിനൊക്കെ മേലെ, അതിനപ്പുറം ഒരു പോയിന്റ് കടന്ന് രേണുവിന്റെ തനി ഗുണം കാണിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള റിയാക്ഷനുമായിട്ട് വരുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് സത്യത്തില്. വേണ്ട എന്ന് വെച്ചതാണ്. അപ്പം നമ്മുടെ ജോലി ഇതാണ്, കോണ്ടന്റ് ക്രിയേറ്റർ, റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണേലും ഇവിടെ പാരായണം വേറെ ഒന്നും അല്ല നടത്തുന്നത്. ബൈബിള് വായനയോ അല്ലെങ്കിൽ ഖുറാനോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഒന്നും അല്ല ഞാൻ ഈ ചാനലിലൂടെ വരുന്നത്. അപ്പൊ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ ഓഫ് കോഴ്സ് രേണുസുതിയെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ നിർബന്ധിതരാവുകയാണ്. സോറി, ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, കമന്റ് ചെയ്യാം. അപ്പം നമുക്ക് അച്ഛന്റെ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തുടങ്ങാം. അവര് രേണുസുതി ഒരു സാധു ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം രേണുസുതി ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു വലിയ കുലമഹിമയുള്ള ഒരു കുടുംബത്തിലെ വലിയ ഒരു യുവതി ആയിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ എറിയാനൊക്കത്തില്ല. അവരുടെ പേരിൽ നിയമ നടപടി ഉണ്ടായിരുന്നു. അതൊരു സാധു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വഴിയെ പോകുന്നവർക്കെല്ലാം ഒരു കല്ല് കിട്ടുമ്പോൾ എറിയാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോഴേ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മനസ്സ് വളരെ ദുഃഖത്തിലാണ്. ഞാൻ അവരുമായി സംസാരിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിൽ. വളരെ വേദനയിലാണ് കടന്നു പോകുന്നത്. വളരെ ദുഃഖം അവർക്കുണ്ട്. പക്ഷെ എന്നാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതെ അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ദൈവം ആയുസ്സ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, അവർ മടങ്ങി വരട്ടെ എന്നുള്ളത് മാത്രമാണ് എന്റെ പ്രാർത്ഥന. അച്ഛൻ ആരാണ് അച്ഛാ? ഒന്ന് പറഞ്ഞു തരുമോ? അണ്ണിനോ റമോയോ അമ്പിയോ ഇതിൽ ആരായിട്ട് വരും അച്ഛൻ? ഓരോ സമയം എത്ര ഇതാണ് നമ്മൾ കാണേണ്ടത്, എത്ര അച്ഛന്റെ മുഖഭാവങ്ങളാണ് കാണേണ്ടത്. ഞാൻ ഒന്ന് പറയട്ടെ, ഇതിന് മുന്നാടി അച്ഛൻ തന്നെയല്ലേ ഇവരെ കല്ലെറിഞ്ഞതല്ലേ? നമ്മൾ ഈ സോഷ്യൽ മീഡിയ വരുന്ന കോണ്ടന്റ് എടുത്തു വെച്ചിട്ട് നമ്മുടെ ഒരു POV പറയുന്നു, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുന്നു. അപ്പൊ ഇവര് തന്നെ ഓരോന്ന് നമുക്ക് ഇട്ട് തരുന്നില്ലേ? പിന്നെ അച്ഛനെ കുറിച്ച് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം, ഞാനൊരു രേണുസുതിയെ കുറിച്ച് 2 വരി കവിത ഇങ്ങനെ ചൊല്ലി അപ്ലോഡ് ചെയ്യുന്ന മുമ്പ് തന്നെ അച്ഛന്റെ മെസ്സേജ് പടാന്ന് പറഞ്ഞിട്ട് എന്റെ ഇൻബോക്സിൽ വരും. കുറച്ച് കുരിശും കുറച്ച് കൈകൂപ്പലും കുറച്ച് ഇമോജിയൊക്കെ ഇട്ടുകൊണ്ട്. കാരണം ഒറ്റ
ഒറ്റ ഒരു റിയാക്ഷൻ വീഡിയോ പോലും അച്ഛൻ കാണാതെ എങ്ങനെ സമയം കിട്ടുന്ന തരത്തില്ല അച്ഛൻ അത് അത്രയും കുത്തിയിരുന്ന് കണ്ടിട്ട് അതിനെല്ലാം കമന്റ് ഇട്ടിട്ട് പിന്നെ രേണുസുതിയെ കുറിച്ചുള്ള കുറ്റങ്ങൾ അതും എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് വോയിസ് അടക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അച്ഛൻ. അപ്പൊ നമ്മുടെ കയ്യിലും കുറെയൊക്കെ ഉണ്ട് പറയിപ്പിക്കുന്നത്. നമ്മളിതൊരു 3-4 മാസം മുന്നേ ഈ അച്ഛന്റെ ഈ മറുകണ്ഠൻ ചാടയില് നമ്മൾ അറിഞ്ഞതായിരുന്നു. എന്നിട്ട് അത് പിന്നെ അതിന്റെ മയത്തിന് അങ്ങ് വിട്ടു. അപ്പൊ നമുക്ക് ഈ രേണുസുതിയുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയത്തില്ലാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടേ. അച്ഛനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും രേണുവിന്റെ അച്ഛനും പിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഈ അച്ഛൻ ഇതെല്ലാം കൂടെ കുളം തോണ്ടി ഇപ്പം നാറാണത്താക്കി കൊടുക്കും. അപ്പൊ ഇതിற்கு മുன்னாടി അച്ഛൻ രേണുവിനെ കുറിച്ച് കുറച്ച് നല്ല വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ കണ്ടില്ലെങ്കിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ഒന്ന് കണ്ടു നോക്കൂ. എന്റെ സഹോദരിമാർക്കൊക്കെ ഉണ്ട് ആ ദുഃഖം എത്ര വലുതാ. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എന്റെ മാതാവും എന്റെ സഹോദരിയും കുറെ സമയം കരയുണ്ടാക്കി വന്നു. എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. ആ സമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണുസുതിയും തങ്കച്ചനുമാണ്. ഞാൻ അവർക്ക് എഗനിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഞാൻ അവർക്ക് ആകെപ്പാടെ ചെയ്ത ഒരു നന്മയെന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ PR വർക്കുകാര്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനല് അതിന്റെ തെരഞ്ഞെടുപ്പിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന്. ഇവരെവിടെ വരെ പോകുമെന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എന്റെ അഡ്വക്കേറ്റുമായി സംസാരിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചന്റെയും ഈ രേണുസുതിയുടെയും പേരിൽ കോടതി കയറുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. എന്തായാലും മനോവസ്ഥ കേസ് കൊടുക്കും. തീർച്ചയായിട്ടും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇവര് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നില്ല. അതിന്റെ വാടകയുടെ ഉടമസ്ഥൻ 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണുസുതി വിളിച്ചത്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്തിട്ടുമില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നൽകത്തില്ല, പൊയ്ക്കോളാനാണ്. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണുസുതി അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് അവിടെ സെമിത്തേരിയില് ഇന്ന സെല്ലിനകത്ത് സുതി അവിടെ കിടപ്പുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. കൊല്ലം സുധിയുടെ അടക്കിയ പള്ളിയെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. ആ പള്ളി പൂട്ടുകയും ചെയ്തു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞ സന്തോഷ് പി ചാക്കോ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഈ തങ്കച്ചനും ആ ബിഷപ്പും കൂടെ ചേർന്ന്, ഈ തങ്കച്ചൻ ആ ബിഷപ്പിന്റെ കൈക്കാരനായി. ആ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ച് ജോലി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരുപാട് യുവതിയുവാക്കന്മാരിൽ പണം കൽപ്പിച്ച് ചിങ്ങവനം പോലീസ് കേസ്. ഇതാണ് അച്ഛന് മുൻപേ രേണുസുതിയെ കുറിച്ചുള്ള സങ്കല്പം. ആ അച്ഛനാണ് ഇപ്പൊ ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞത്. ശരിയാണ്, അസുഖം വന്ന് നമുക്ക് മനസ്താപമൊക്കെ, ഞാൻ അടക്കമുള്ള റിയാക്ഷൻ വീഡിയോ പലരും രേണുസുതി എന്നൊരു സബ്ജക്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു അസുഖത്തെ പരിഗണിച്ച് നമ്മളൊരു മനസാക്ഷിയൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഇങ്ങനെ നമ്മൾ ആരും മറുകണ്ഠം ചാടിയിട്ടുണ്ടായിരുന്നില്ല. നേരെ ഉൾട്ടയടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ അടുത്ത് ഒന്നുമല്ല, കുറെ മാലപ്പടക്കം പോലെ കുറെ ക്ലിപ്പുകളുണ്ട്. എന്തിന്റെ ആവശ്യകതയാണ് അച്ഛോ? അച്ഛന് വലിയ ബൈബിളും വായിച്ച് അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഈശോയും വിചാരിച്ച് അവിടെ ഇരുന്നാ പോരെ? എന്തെങ്കിലും സുവിശേഷവും പറഞ്ഞ് അങ്ങ് ഇരുന്നാ പോരെ? ഇതിന്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ? അച്ഛനോട് ആരെങ്കിലും വന്ന് ചോദിച്ചോ? അച്ഛനായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ആ രേണുവിനെ സത്യം പറയുകയാണെങ്കിൽ രേണുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം ഇപ്പം രേണുവിനെ നാറിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തീർന്നിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഇത് 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ആ മോൻ അത് കാണിച്ചതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അത് പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അഥവാ അങ്ങനെ പറയണമെങ്കിൽ അവൻ ഫോണിൽ വിളിച്ചിട്ട് അവൻ പറയാം, അമ്മേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു അവിടെ കൊണ്ട് തീർക്കുക. അവസ്ഥയിലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നല്ല. നമ്മുടെ ഒരു ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയും. അതുപോലെ അവരും ഒരു അമ്മയും മകനുമായിട്ട് അതങ്ങ് തീർത്താൽ മതിയായിരുന്നു. പക്ഷെ ഇതിപ്പം എന്താ പറയാ, എറിയാനുള്ള കല്ല് കൊണ്ട് കൊടുത്ത പോലായി അല്ലേ? മറ്റുള്ളവർക്ക് രേണുസുതിയെ എറിയുവാനായിട്ടുള്ള കല്ല് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നവരെല്ലാവരും എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രേണുസുതിക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രേണുസുതി ദൈവ ആരോഗ്യം കൊടുത്ത് ആയുസ് കൊടുത്ത് മടങ്ങി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറവുള്ളവരും കുറ്റക്കാരുമായിട്ടുള്ള മനുഷ്യർ ഇന്ന് ലോകത്തിൽ നാം ഓരോരുത്തരും. അപ്പൊ ആ കുറവുകളെ പരിഹരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും നമ്മളോട് മാപ്പ് തന്ന് ക്ഷമ തരുന്നത് മനുഷ്യരല്ല. മനുഷ്യർ ഒരിക്കലും ഒരാളെ പറ്റി നന്മയുടെ പീക്ക് നന്മമരം. എന്താണ് അച്ചോ അച്ഛൻ ഇങ്ങനെ കിടന്ന നന്മമരം കളിക്കല്ലേ അച്ചോ? ചിലപ്പോ നമ്മൾ ആ തിരുവസ്ത്രത്തെ മറന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിലപ്പം അത്രയധികം രീതിയിൽ വിമർശിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒരു സ്ഥിതിയിലൂടെയാണ് അച്ഛൻ ഈ സംഭവം കൊണ്ടുവെക്കുന്നത്.
രേണുസുതിയാണ് ഇത് ആദ്യമേ ഈ ഒരു എന്റെ 13 വയസ്സുള്ള കൊച്ചിനെ അല്ല 11 വയസ്സ് വരെ നോക്കിയ ഒരു മോൻ ഉണ്ടായിരുന്നു, എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ രേണുവാണ് ഇത് പബ്ലിക്കിന്റെ മുന്നിലോട്ട് കൊണ്ടിട്ടത്. അതിന് മുന്നേ അവിടെ ഈ വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ ഇവൻ രേണുസുതിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവള് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പല തവണ പറഞ്ഞ കാര്യമാണ്, ഇനി ഞാനത് പറയുന്നില്ല. എന്നിട്ട് ഇവള് തന്നെ തുടങ്ങി വെച്ച സംഭവം പലരും അത് റിയാക്ട് ചെയ്ത് ഈ കൊച്ചിന് വേറെ ഒരു ഗതി ഇല്ലാതിരുന്നപ്പോ ഇവൻ രണ്ട് വാക്കുകൾ ഒന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ പുറത്ത് രേണുസുതി വിവരമില്ലായ്മ ആയതുകൊണ്ട്, വിവരമില്ലായ്മ ഒരു അലങ്കാരമാണല്ലോ, അതുകൊണ്ട് അവിടെ പറഞ്ഞു കൊടുക്കാനും ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ചുറ്റിയുള്ളവരും കണക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇവൾ അടുത്തത് എടുത്തു ചാടി ഇവനെ വിളിക്കുമെന്നല്ല ചെയ്ത് അടുത്ത റിയാക്ഷൻ വീഡിയോ പബ്ലിക്കിൽ തന്നെ കൊണ്ടിട്ടു. അപ്പൊ പബ്ലിക്കിൽ കൊണ്ടിടുമ്പോൾ എന്താണ്, പബ്ലിക് അത് ഏറ്റെടുക്കും, പിന്നെ അത് ചർച്ചയാവും. പബ്ലിക്കിൽ കൊണ്ടിട്ടാൽ പിന്നെ ബന്ധവും സ്വന്തമൊന്നുമില്ല, കുഞ്ഞമ്മയെ ഇളയച്ചനൊക്കെ അത് പിന്നീട് വേറെ. അപ്പൊ അങ്ങനെ ചർച്ചയായി. അതിന്റെ പുറകെ അച്ഛനെ ആരെ വിളിച്ചത്, ഈ അച്ഛനാരാണ് ഇതിന്റെ മധ്യസ്ഥ വഹിക്കാന്? അപ്പൊ അച്ഛനാണ് ബാക്കി ഇതിനകത്ത് കുഴി തോണ്ടി എന്താണ് ഇവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അച്ഛനാണെന്ന് വേണം പറയാൻ. അപ്പൊ തീർന്നിട്ടില്ല, അച്ഛന്റെ രണ്ടാമത്തെ ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട്. പിന്നെ രേണുസുതി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ നല്ല നല്ല കോടതികളിൽ നിന്നുള്ള കടലാസുകൾ അങ്ങോട്ട് വരുമെന്നറിയാം. ഇതൊരു സാധു കുടുംബത്തിലെ പെട്ട ഒരു യുവതി ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കല്ല് പറക്കി വെച്ചിട്ട് വീഡിയോ ആയിട്ടിട്ട് എറിയുക. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം, നിങ്ങൾക്ക് എറിയുന്നതിന് എനിക്ക് ഒരു വിരോധവും ഇല്ലാതെ അതിന് ദൈവം നിങ്ങൾക്ക് നല്ല ബുദ്ധി തരട്ടെ. അവർക്കൊരു വസ്തു വീട് കൊണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന എത്രയോ സഹോദരിമാര്, പുരുഷന്മാര് അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. നമുക്ക് അവരെ വിമർശിക്കാൻ നമുക്ക് അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. എന്റെ പ്രാർത്ഥന അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമുള്ളവളായിട്ട് മാറി അവരെ സന്തോഷത്തോടെ അവർ മോനെ വളർത്തി. ഒരു കൊച്ചു മോനുണ്ട്, അവർക്ക് ഒരു 6.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെ വളർത്തി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ളതാണ് എന്റെയും എന്റെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലുള്ളവരുടെയും സഭയിലുള്ള വിശ്വാസികളുടെയും ജനങ്ങളുടെയും എന്റെ സ്നേഹിതരുടെയും എന്റെ ബന്ധുമിത്രാദികളുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത് അവർ എത്രയും വേഗം സുഖം പ്രാപിച്ച്. നമ്മുടെ അടുത്തോട്ട് ഇതുപോലെ കച്ചറ കാണിക്കുന്ന എല്ലാരെയും നമ്മൾ എടുത്തിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട്, എല്ലാരെയും കണ്ടന്റ് ആക്കുന്നുണ്ട്, ആരെയും വിടുന്നില്ല. ഒരു ഫേസ് വാല്യൂ ഇല്ലാത്ത ആൾക്കാരെ തൊട്ട് നല്ല ഹൈ ലെവൽ പാർട്ടീസിന് എന്തിന് പ്രധാനമന്ത്രിയെ വരെ നമ്മൾ എടുത്തിട്ട് അമ്മാനം ആടുന്നുണ്ട്. വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കുകയും അഭിനന്ദിക്കേണ്ട സ്ഥലത്ത് അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ ഇതൊന്നും കാണുന്നില്ലേ? അച്ഛൻ എന്തുകൊണ്ട് ഈ രേണുവിനെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് വരുന്നു? വേറെ എന്തോ ആൾക്കാരുണ്ട്, എത്ര ആൾക്കാര് നമ്മുടെ രീതിയിൽ പോകുന്നു, എത്ര ആൾക്കാർ വരുന്നു. അവരൊന്നും ഇതുമാതിരി രേണു കാണിക്കുന്ന പോലെ തൊട്ടിത്തരം കാണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ രേണുവിനെ പറഞ്ഞു. രേണു എന്നും തൊട്ടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രേണുവിനെ പറയുന്നു. അച്ഛൻ കൂടുതൽ നന്മമാരവാകല്ലേ, എനിക്ക് കൂടുതലൊന്നും പറയില്ല അച്ഛോ. നമ്മൾ പറഞ്ഞ ഒരു ലിമിറ്റ് വിട്ടിട്ട് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ തിരുവസ്ത്രത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. കാരണം അച്ഛൻ പറഞ്ഞ വാക്കുകളും ഓരോന്ന് നിൽക്കുന്ന വോയിസുകളും പ്രേക്ഷകർക്ക് അറിയത്തില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. ഞങ്ങളും പലതും അത് മറച്ചു വെച്ചതാണ്. അച്ഛൻ എന്താണ് എന്തോ ഒരു ആവേശം പോലെയായിരുന്നു. രേണുവിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് തരുമായിരുന്നു. ചെയ്യെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം അറിയാം. എന്നിട്ടും അച്ഛൻ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കിടന്നിട്ട് കഴിഞ്ഞെല്ലാം മറന്ന് കാണിക്കാൻ ഈ കാണിക്കുന്ന ഒരു മാസം ഉണ്ടല്ലോ, അതെന്താണേലും അച്ഛനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ അച്ഛോ. ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ പറയാതിരിക്കുന്നത്? അച്ഛന് എത്ര നിലപാടുണ്ടെന്ന് അറിയത്തില്ല. നിലപാടൊന്നും അല്ല പറയേണ്ടത്. അപ്പൊ ഗൈസ്, അടുത്ത വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ഇത് കുറച്ച് ലെന്തി ആയിപ്പോയി, അതുകൊണ്ട് അടുത്ത ടൈമില് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ബൈ.